റീച്ചർ ആമസോൺ പ്രൈമിൻ്റെ ഒരു ഒറിജിനൽ സീരീസാണ്. ഇതിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ 3 എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് സീസൺ ഓൾറെഡി റിലീസായിട്ടുണ്ടായിരുന്നു. അതിന് 8 എപ്പിസോഡുകളായിരുന്നു ആ ഒരു സീസൺ ഉണ്ടായിരുന്നു. സെക്കൻഡ് സീസണും 8 എപ്പിസോഡുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 16 എപ്പിസോഡ് ഈ ഒരു സീരീസിനുണ്ടായിരിക്കും. അപ്പം നമ്മൾ ജാക്ക് റീച്ചർ എന്ന പേരുള്ള ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ടോം ക്രൂസ് നായകനായിട്ട് എത്തിയിട്ടുള്ള 2 സിനിമകളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിനിമയായിട്ടൊന്നും യാതൊരു റിലേഷനും ഇല്ലാത്ത ആ ഒരു ക്യാരക്ടർ നെയിം മാത്രം എടുത്തുകൊണ്ടുള്ളൊരു സീരീസാണ്. ലീ ചൈൽഡിൻ്റെ ഒരു നോവൽ, ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫസ്റ്റ് സീസൺ നമ്മൾ ഇറങ്ങിയത്. ലീ ചൈൽഡിൻ്റെ കില്ലർ ഫ്ലോർ എന്ന് പറയുന്ന ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ജാക്ക് റീച്ചറിൻ്റെ അല്ലെങ്കിൽ റീച്ചറിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ സ്റ്റോറി എടുത്തിട്ടുള്ളത്. സെക്കൻഡ് സീസണിൻ്റെ സ്റ്റോറി വരുന്നത് ലീ ചൈൽഡിനെ തന്നെ ബാഡ് ലക്ക് ആൻഡ് ട്രബിൾ എന്ന് പറയുന്ന ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ലൈവ് ആക്ഷനാണ് ഈ ഒരു സെക്കൻഡ് സീസൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് സീസൺ അതിഗംഭീരമായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അലൻ റിച്ച്സൺ ആണ് ഈ ഒരു റീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ടോം ക്രൂസിൻ്റെ ജാക്ക് റീച്ചറും അലൻ റിച്ച്സണിൻ്റെ ജാക്ക് റീച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനിൽ ഭയങ്കരമായിട്ട് മാച്ച് ആവുന്ന ഒരു ആക്ടറാണ് അലൻ റിച്ച്സൺ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ബൾക്കി ഫീലുള്ള ഒരു എക്സ് മിലിറ്ററി ഓഫീസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് ക്യാരക്ടർ അഡാപ്റ്റേഷൻ തന്നെയാണ് ഈ ഒരു റീച്ചറിലേക്ക് വരുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് സീസൺ വന്നത്. ഫസ്റ്റ് സീസൺ ഭയങ്കര ആക്ഷൻ രംഗങ്ങൾ കൊണ്ടായാലും മേക്കിംഗ് കൊണ്ടായാലും അതിഗംഭീരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആവുന്നു. സെക്കൻഡ് സീസൺ ഡിസംബർ 15 റിലീസാവുന്നു. 3 എപ്പിസോഡുകളാണ് ഫസ്റ്റ് ഡേ ആമസോൺ പ്രൈം സ്ട്രീം ചെയ്തത്. ഇനി ഓരോ വീക്കും ഓരോ എപ്പിസോഡ് വെച്ചിട്ട് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഫസ്റ്റ് സീസണിലേക്ക് വരികയാണെങ്കിൽ റീച്ചറിൻ്റെ ഒരു ബ്രദറിനെ അന്വേഷിച്ച് ഒരു ചെറിയൊരു ടൗണിലെത്തുന്നു. അവിടെ നടക്കുന്ന എങ്ങനെയാണ് റീച്ചറിൻ്റെ ബ്രദർ മിസ്സാവുന്നത്, എന്ത് സംഭവിച്ചു എന്ന് തുടർന്നുള്ള കാര്യങ്ങൾ ഒരു പോലീസ് ഓഫീസറിനെ ഒരു പോലീസുകാരുടെ സഹായത്തോടുകൂടി കണ്ടുപിടിക്കാൻ പോകുന്നതും, റീച്ചറിനെ കുറേ ആളുകൾ ഇതിനിടയിലേക്ക് അല്ലെങ്കിൽ സംശയിക്കുന്നതും, അവിടെ കുറേ വില്ലന്മാരുണ്ട്, അവരെയൊക്കെ എങ്ങനെയാണ് റീച്ചർ നേരിടുന്നത് എന്നൊക്കെയാണ് ഒരു ഫസ്റ്റ് സീസണിൽ കാണിച്ചു പോയത്. അങ്ങനെ ഈ ഒരു റീച്ചർ അവിടുത്തെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തതിനു ശേഷം പുള്ളി ഒരു ജിപ്സി ഉള്ള ഒരു ആളാണ്. എവിടെയും സ്റ്റേ ചെയ്യില്ല, മൊബൈൽ ഫോണില്ല, ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്ന ഒരാൾ. അങ്ങനെ അവിടുന്ന് പോകുന്നു. അപ്പോഴാണ് തൻ്റെ പഴയ ഗ്രൂപ്പിന്, അതായത് താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 101 എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലെ 2-3 ഫ്രണ്ട്സ് മിസ്സാവുന്നു, അവർ മരിക്കുന്നു എന്നൊക്കെ അറിയുന്നു. അങ്ങനെ അവരുടെ ആ ഒരു മർഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരെ ആരാണ് മർഡർ ചെയ്തത്, എന്താണ് അതിന് പിന്നിൽ നിന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്, അവരുടെ ആ ഒരു മർഡർ മിസ്റ്ററി സോൾവ് ചെയ്യുന്നതുമാണ് ഒരു സെക്കൻഡ് സീസൺ കാണിക്കുന്നത്. ഇതിനകത്തെ ഫൈറ്റ് രംഗങ്ങളും ആക്ഷൻ സീക്വൻസുകളും അതേപോലെ തന്നെ മേക്കിങ്ങുമാണ് ഈ ഒരു സീരീസ് വേറിട്ട് നിൽക്കുന്നത്. ആമസോൺ പ്രൈം ഓൾറെഡി നല്ല നല്ല സീരീസുകൾ ഇറക്കുന്നുണ്ടെങ്കിലും ഇതൊരു മസ്റ്റ് വാച്ച് ഐറ്റമാണ്. ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റുന്ന നമ്മളൊരു ആക്ഷൻ സിനിമ കാണുന്ന ഫീലോടുകൂടി കാണാൻ പറ്റുന്നൊരു സീരീസാണ്. ഇതിലെ ആ ഒരു റീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതായത് ഏത് പ്രശ്നത്തെയും ചുമ്മാ എവിടെയും ഇറങ്ങിച്ചെന്ന് വെറുതെ ഒരു കാര്യമില്ലാതെ ചെല്ലുന്നു, പ്രശ്നം സോൾവ് ചെയ്യുന്നു. അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലുള്ള നായകന്മാർ കൂട്ടൊന്നുമല്ല. ഒരു പേടിയുമില്ലാതെ ഏത് വില്ലന്മാരുടെ അടുത്ത് ചെന്നിട്ട് എന്ത് പ്രശ്നം സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നായകനുള്ള ഒരു സീരീസ് ആയതുകൊണ്ടായിരിക്കും അത്ര ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഈ ഒരു സീരീസ് കാണുമ്പോൾ തോന്നുന്നത്. അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു 8 എപ്പിസോഡും ഫസ്റ്റ് സീസണിൽ ആമസോൺ പ്രൈം ചെയ്തത്. നമുക്ക് ഒരു എപ്പിസോഡിൽ ഒരിടത്ത് സ്ഥലത്ത് പോലും ജസ്റ്റ് ഒന്ന് ബോറടിക്കുകയോ ലാഗ് ഇടിക്കുകയോ ചെയ്യില്ല. സെക്കൻഡ് സീസണിലെ 3 എപ്പിസോഡും അങ്ങനെ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 40 to 50 മിനിറ്റ്സ് റൺ ടൈം ഉള്ള എപ്പിസോഡുകളായിരിക്കും ഈ ഒരു സീരീസിനുള്ളത്. ഫസ്റ്റ് സീസണിലും അങ്ങനെ തന്നെയായിരുന്നു. സെക്കൻഡ് സീസണിലും 3 എപ്പിസോഡും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു 40 to 50 മിനിറ്റ്സ് നമുക്ക് പോകുന്നത് അറിയപ്പോലും ഇല്ല. കാരണം അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് സ്റ്റോറി എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് ശ്രദ്ധിച്ച് തന്നെയാണ് ഈ ഒരു സീരീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈം ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരോ ക്യാരക്ടറും അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പോസിറ്റീവ് കാര്യം. പിന്നെ ഈ അടുത്ത ഒരു സീരീസ് വരികയാണെങ്കിൽ കൂടി ഇതിനകത്തെ പല ക്യാരക്ടേഴ്സും നമ്മൾ മിസ് ചെയ്യും. കാരണം ഒരു കണ്ടിന്യൂറ്റിയോടുകൂടി പോകുന്ന ഒരു സീരീസായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം റീച്ചർ എവിടെ ചെല്ലുന്നോ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു സെക്കൻഡ് സീസണിൽ വന്നിരുന്ന സമയത്ത് തൻ്റെ ഫ്രണ്ട്സിനുണ്ടാകുന്ന പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു നോവൽ വായിച്ചിട്ടുള്ള ആർക്കെങ്കിലും ആ സ്റ്റോറി അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു നോവലിൻ്റെ ഒരു അഡാപ്റ്റേഷനായിട്ടാണ് ഈ ഒരു സീരീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു നോവലിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനായിട്ടാണ് ഈ ഒരു സീരീസ് ചെയ്തത്. എന്തായാലും അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് 3 എപ്പിസോഡ്. ബാക്കി 5 എപ്പിസോഡുകളിൽ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് നിൽക്കുന്ന രീതിയിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ടൈലിൻ്റെ വെക്കുന്ന സമയത്ത് ബിഞ്ച് വാച്ച് ചെയ്ത് കാണണം എന്നുള്ള ആ ഒരു മൈൻഡോടുകൂടി തന്നെയാണ് ആമസോൺ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു ആക്ഷൻ സിനിമകൾ, ത്രില്ലർ ആക്ഷൻ സിനിമകളല്ല സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിൽ ഇടേണ്ട ഒരു സീരീസാണ് റീച്ചർ.